സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുന്ന വനിതാ CPO ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ന് നിർണായകം. ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി 2 പ്രവൃത്തി ദിനം മാത്രം ബാക്കി നിൽക്കെ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം നിർണായകമാകും. സർക്കാർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമോ എന്ന വിശ്വാസത്തിലാണ് ഉദ്യോഗാർത്ഥികൾ. അതേസമയം സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരം ഇവർ തുടരുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പെരുമാറ്റച്ചട്ടം കണക്കിലെടുത്ത് സമരം പിൻവലിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ഉദ്യോഗാർത്ഥികൾക്ക് ആകെയുള്ള പ്രതീക്ഷ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗമാണ്. യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുമെന്നും നിയമനകാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നുമാണ് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിക്കുന്നത്. മന്ത്രിസഭാ യോഗം തിരിച്ചടിയായാൽ ഇതുവരെയുണ്ടായ സമര പോരാട്ടങ്ങളെല്ലാം വൃഥാവിലാകും. കഴിഞ്ഞ 14 ദിവസമായി ഉദ്യോഗാർത്ഥികൾ സമരത്തിലാണ്. നിയമനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വ്യത്യസ്ത സമരമുറകളും ഉദ്യോഗാർത്ഥികൾ പരീക്ഷിച്ചു. അതുപോലെ സർക്കാർ ഞങ്ങൾക്കൊരു അവസരം കൂടി തരണം ഞങ്ങളോട് ചോദിക്കാൻ. അപ്പോൾ ഇനിയുള്ള വളരെ എണ്ണപ്പെട്ട ദിനങ്ങൾ 2-3 ദിവസം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ഞങ്ങൾക്ക് നല്ലൊരു വേക്കൻസി എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾക്ക് കയറാൻ പറ്റുമെന്ന്. അതേസമയം സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാവർക്കർമാർ നടത്തിവരുന്ന സമരം അനന്തമായി നീണ്ടുപോവുകയാണ്. സർക്കാരിന് പ്രതീക്ഷയുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്ന സാഹചര്യത്തിൽ ആശമാർ സമരം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സർക്കാർ കരുതുന്നത്. എന്നാൽ ആവശ്യം നേടിയെടുക്കുന്നതുവരെ സമരം തുടരാനാണ് ആശമാരുടെ തീരുമാനം. ജനകീയ സർക്കാർ എന്ന് അഭിപ്രായപ്പെടുന്ന CPM ഭരണകൂടത്തിൽ നിന്നാണ് ആശമാർക്കും CPO ഉദ്യോഗാർത്ഥികൾക്കും ഈ ദുരവസ്ഥയുണ്ടാകുന്നത്. സ്ത്രീപക്ഷ സമരങ്ങളോട് എന്നും നിഷേധാത്മക സമീപനം സ്വീകരിച്ച പിണറായി സർക്കാരിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് പൊതുജനങ്ങളും അഭിപ്രായപ്പെടുന്നത്. ജനം, തിരുവനന്തപുരം.